ഇറാനും ഇസ്രായേലും യുദ്ധത്തിനെ സംബന്ധിച്ചിടത്തോളം ഇറാനും ഇസ്രായേലും പോരാട്ടത്തോട് പോരാട്ടമാണ്. ഇസ്രായേൽ അങ്ങോട്ട് കയറി അടിക്കുന്നു, വീണ്ടും ഇറാൻ ഇങ്ങോട്ട് അടിക്കുന്നു, വീണ്ടും അങ്ങോട്ട് അടിക്കുന്നു, ഇങ്ങോട്ട് അടിക്കുന്നു. അങ്ങനെ യുദ്ധം വളരെ കുടുംബിനി കൊള്ളിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിലൊക്കെ എന്താണ് പ്രശ്നം ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള രാഷ്ട്രങ്ങൾ അകപ്പെടാൻ പോവുകയാണ്. ആ യുദ്ധം കാരണം മറ്റുള്ള രാഷ്ട്രങ്ങൾക്കും നഷ്ടം സംഭവിക്കാൻ പോവുകയാണ്. കാരണം എണ്ണപ്പാടം കത്തി നശിച്ചു എന്നൊക്കെ പറയുന്നത്. എണ്ണപ്പാടത്തിന് കാര്യമായിട്ട് തകരാറ് സംഭവിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും ക്രൂഡ് ഓയിലിന് വില കൂടിയാൽ അതിന് ക്രൂഡ് ഓയിൽ സ്തംഭിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മറ്റു രാഷ്ട്രങ്ങൾക്ക് അത് കൂടുതൽ ബാധിക്കും. കാരണം പെട്രോളിനും ഡീസലിനൊക്കെ വില കൂടും. ഇതിൻ്റെ ഇടയിൽ അമേരിക്ക ആട്ടിൻതോലിട്ട ചെന്നായിനെ പോലെ പുറകെ നിന്ന് ഇങ്ങനെ നാരദം പണി എടുക്കുന്നുണ്ട്. നിങ്ങൾ കളിച്ചോളി, ഞങ്ങളുണ്ട് പുറകെ എന്ന് പറഞ്ഞ് വെറുതെ ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ പിരികെട്ടുകയാണ്. ലാസ്റ്റ് ഉക്രൈൻ്റെ അവസ്ഥ പോലെ ആയിരിക്കും അമേരിക്കയുടെ വാക്കും കേട്ട് ഇറങ്ങുന്ന രാജ്യക്കാരുടെ അവസ്ഥ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക എല്ലാവരും പരസ്പരം തമ്മിലടിപ്പിച്ചിട്ട് ലാസ്റ്റ് അമേരിക്ക മറ്റുള്ള രാജ്യങ്ങളുടെ ആ ഒരു തകർച്ച കണ്ട് സന്തോഷിക്കുകയാണ്. അതാണ് ട്രംപിൻ്റെ ഉദ്ദേശം. അല്ലാതെ ഇപ്പോൾ എന്താ ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്? അല്ലെങ്കിലും ഇസ്രായേലിന് ഒരു അവകാശവും ഇല്ല ഇറാൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആണവ പരീക്ഷണം നടത്തുന്നതിൽ പോയിട്ട് കയറി ചോരേണ്ട ഒരു ആവശ്യം ഇസ്രായേലിനില്ല. എന്താണ് ഇസ്രായേലിന് അതിൻ്റെ ആവശ്യം എന്താണുള്ളത്? ഇറാൻ്റേതായിട്ടുള്ള ആ ഒരു സുരക്ഷിതക്ക് വേണ്ടിയിട്ട് ആണവ പരീക്ഷണം നടത്തുന്നു. അതിൽ ചോദ്യം ചെയ്യേണ്ട ഒരു കാര്യവും ഇസ്രായേലിനില്ല. ഇസ്രായേലിൻ്റെ പക്കൽ ആണവായുധം ഇല്ല എന്നൊക്കെ പറഞ്ഞ് അവർ വീരവാദം നടത്തിയിരുന്നു. പക്ഷെ അവരുടെ കയ്യിൽ ഉണ്ടായിട്ട് പോലും അവരില്ല എന്നൊരു പ്രസ്താവന നടത്തിയിരുന്നത്. അതൊക്കെ എത്രമാത്രം ചോദ്യം ചെയ്യേണ്ട കാര്യമാണ് അപ്പോൾ?